നിറങ്ങൾ മൂന്ന് നവംബർ അവസാന വാരം തിയേറ്ററുകളിൽ റിലീസായി ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള ഒരു തമിഴ് ത്രില്ലറാണിത്. ധ്രുവങ്ങൾ 16, മാഫിയ, മാരൻ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം കാർത്തിക് നരൻ ഡയറക്ട് ചെയ്ത് ശരത് കുമാർ, അഥർവ, റഹ്മാൻ, ദുഷ്യന്ത് തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെക്കുറിച്ചാണ് ഈ വീഡിയോ. ഒരു +2 സ്റ്റുഡന്റ് ദൃക്സാക്ഷിയാവുന്ന സംഭവം, ഒരു അസ്പയറിംഗ് ഡയറക്ടർ അയാൾക്കുണ്ടാകുന്ന ഒരു മോശമായ അനുഭവം, ഒരു പോലീസ് ഓഫീസർ ഹിറ്റ് ആൻഡ് റൺ കേസിന് പുറകെ പോകുന്നു. ഈ മൂന്ന് കഥകൾ, മൂന്ന് ക്യാരക്ടേഴ്സ് ഇതെങ്ങനെ ലിങ്ക്ഡ് ആകുന്നു എന്നുള്ളതാണ് നിറങ്ങൾ മൂന്ന് എന്ന സിനിമ പറയുന്നത്. ചുരുക്കത്തിൽ പേരന്റിംഗ് എന്ന വിഷയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ സിനിമ പറയുന്നത് കേട്ടോ. D16 ശേഷം സംവിധായകൻ തന്റെ വിജയ ഫോർമുലയായിട്ടുള്ള ഒരു ഹൈപ്പർ ലിങ്ക് സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ പടത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. പെർഫോമൻസുകളിൽ റഹ്മാൻ, ശരത് കുമാർ, ദുഷ്യന്ത് എന്നിവരുടെ പ്രകടനമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അഥർവ ഓക്കെ എന്ന് പറയുകയുള്ളൂ. ചില സമയത്ത് ആ ക്യാരക്ടർ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിയുടെ പെർഫോമൻസും ഇപ്പൊ അഥർവയുടെ കൂട്ടുകാരും +2 പിള്ളേരും ഒക്കെ അഭിനയത്തിൽ അഥർവയേക്കാൾ കുറച്ചുകൂടി നാച്ചുറൽ ആണ് എന്ന് തോന്നി. ആ ഒരു ക്യാരക്ടർ തന്നെ എഴുതി വെച്ചേക്കുന്ന കുറച്ച് ഓവറായിട്ടാണ്. നമുക്ക് യാതൊരു വിധത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ്. അതിന് ഒരാവശ്യവും ഇല്ലാതെ കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നതായിട്ട് തോന്നി. പോരാത്തതിന് അയാളുടെ വെറുപ്പിക്കുന്ന കുറെ അനാവശ്യ കഞ്ചാവ് വിഷ്വൽസ് വേറെ. ദുഷ്യന്തിന്റെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു, പക്ഷേ ക്യാരക്ടർ +2 പയ്യൻ എന്നതിന് പകരം കോളേജ് സ്റ്റുഡന്റ് ആക്കി കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയി അനുഭവപ്പെട്ടേനെ. റഹ്മാന്റെ സ്റ്റോറി അത് മികച്ചതായിരുന്നു, പക്ഷെ പറഞ്ഞ വിധം വളരെ ഫ്ലാറ്റ് ആയി പോയി. അമ്മു അഭിരാമി, ഋതിക ശ്രീനിവാസ്, പെപ്സി ഉമ തുടങ്ങിയവരും പടത്തിലുണ്ട്. JX ബിജോയുടെ BGM കൊള്ളാം. ടിജോ ടോമിയുടേതാണ് ക്യാമറ. ശ്രീജിത്ത് സാരംഗാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ലാസ്റ്റിലെ ഒരു ഫൈറ്റ് അത്രയും ടൈം ഇങ്ങനെ റിവേഴ്സിൽ കാണിച്ചതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിന് യാതൊരു ഇഫക്റ്റും പടത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പേരുൾപ്പെടെ ധ്രുവങ്ങൾ 16ന്റെ അതേ ഫോർമാറ്റിൽ ഒരുക്കാനുള്ള ഒരു ശ്രമമാണ് സംവിധായകൻ നടത്തിയിട്ടുള്ളത്. അതേ വിജയ ഫോർമുല ആവർത്തിക്കാനുള്ള ഒരു ശ്രമം, പക്ഷെ അതത്ര ഏശിയില്ല എന്നുള്ളതാണ് സത്യം. D16ന്റെ മിസ്റ്ററി ഒക്കെ കിടലിനായിരുന്നു. ഇത് വളരെ ത്രില്ലിംഗ് മൂഡിൽ എന്തോ വലിയ നിഗൂഢത ഒളിപ്പിച്ചു വെച്ചേക്കുന്നു എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് സസ്പെൻസ് ഒക്കെ ഒരു ഇമ്പാക്ട് തരാതെ പോയി. ഒരു കഞ്ചാവിൽ മുങ്ങിയ ഉദയനാണ് താരം, അങ്ങനെ എന്തൊക്കെയാണ് ഒപ്പിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് കഞ്ചാവ് യൂസ് ചെയ്യുന്നതിനൊക്കെ നോർമലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം പോലെയും ഫീൽ ചെയ്തു. മൊത്തത്തിൽ എഴുത്ത് തന്നെയാണ് പടത്തിന്റെ പ്രധാന പ്രശ്നം. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, പക്ഷെ പറഞ്ഞു വെച്ച വിധം യാതൊരു ഇമ്പാക്റ്റും കാഴ്ചക്കാരിൽ ഉണ്ടാക്കുന്നില്ല. ആകമൊത്തം ടോട്ടലിൽ തുടക്കമൊക്കെ രസം ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കിടൽ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇപ്പൊ ഉള്ളി തൊലിച്ച് എന്നിട്ട് അവസാനം ഒന്നുമില്ല എന്ന അവസ്ഥയിലായി പോയ ഒരു പടമാണ്. ത്രില്ലറിൽ പൊതിഞ്ഞ ഒരു മെലോ ഡ്രാമ. പഴയ ഹിറ്റ് ഫോർമുല ആവർത്തിക്കാൻ ശ്രമിച്ച സംവിധായകനെ പാളിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. ഒരു ബിലോ ആവറേജ് പടം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് നോക്കാം എന്ന് ഞാൻ പറയുള്ളൂ, വെറുതെ ടൈം കളയണ്ട. പക്ഷെ എന്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങൾക്ക്. സോ മങ്ങിപ്പോയി 3 നിറങ്ങൾ, അത്ര തന്നെ. പടം ഇപ്പോൾ ആഹാ തമിഴ് പ്ലാറ്റ്ഫോമിലാണുള്ളത്. 1 മണിക്കൂർ 57 മിനിറ്റാണ് ദൈർഘ്യം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്ന്.